ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൈഷുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് രാത്രി പാതിരാത്രി 12 മണിക്ക് കേക്ക് മുറിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞല്ലേ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അല്ല, പാതിരാത്രി 12 മണിക്ക് ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. വീണ്ടും നിൽക്കുന്നു. പാതിരാത്രി 12 മണിക്ക് നിന്ന് ഒരുങ്ങുക. നീ എന്തോടി ഒരുങ്ങുന്ന വൈശു? കമ്മലോ? എൻ്റെ ദൈവം, എന്തൊക്കെ കാണണം ഇനി. പാതിരാത്രി 12 മണിക്ക് നിന്ന് ഒരുങ്ങുന്നു, കമ്മലിടുന്നേട്ടതുകൊണ്ട്. വൈശിക ഒരുങ്ങി ബാഗൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക, എങ്ങാണ്ട് പോവാനാന്നും പറഞ്ഞിട്ട്. എവിടെ പോവാനാ? എവിടെ പോവാടി? വാ, നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വൈഷുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു പാതിരാത്രി 12 മണിക്ക് കേക്ക് മുറിക്കണമെന്ന്. അപ്പോൾ നമ്മൾ കേക്ക് നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വൈഷു കണ്ടില്ല കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്തിട്ട് വിളിക്കാം. ഇവിടാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. സ്റ്റൂളിൻ്റെ പുറത്ത് വെക്കാം. തുടരല്ലേ? എല്ലാവരും വിളിക്കട്ടെ. ഭയങ്കര വെപ്രാളായിട്ടോ അവിടെ. അവിടെ രണ്ടുപേരും കൂടെ. അപ്പോൾ വൈശുവിനോട് ഞങ്ങൾ കേക്ക് കൊണ്ടുവന്ന് എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞില്ല കേട്ടോ. അവൾ കാണാതാണിത് ഫ്രിഡ്ജിനകത്തൊക്കെ കയറ്റി വെച്ച്. അവൾ തുറക്കാതിരിക്കും. അവൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറക്കുന്ന സ്വഭാവമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ടുപിടിക്കുമെന്ന്. പക്ഷേ കുറേ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വന്നു. അവളെ പിടിച്ച് മാറ്റിയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ സാധനം ഒളിപ്പിച്ച് വെച്ചത് കേട്ടോ. പിന്നെ 12 മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ സാധനം പുറത്തെടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കിടന്നുറങ്ങാം, ഒരുങ്ങിയിട്ട് കിടന്നുറങ്ങാം, ബർത്ത്ഡേ അല്ലേ, അപ്പോൾ രാവിലെ നമുക്ക് വീഡിയോ എടുക്കാം, എഴുന്നേൽക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാം, അതുകൊണ്ട് ഒരുങ്ങിയിട്ട് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുക്കിയതാണ്. ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈശിക അങ്ങ് ബഹളമായി കേട്ടോ. അവൾക്ക് എവിടെ പോകണം. അപ്പോൾ ഒരുങ്ങുന്ന സാധാരണ എവിടെയെങ്കിലും പോകാനല്ലേ. അപ്പോൾ അങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വഴക്കായി. അങ്ങനെയാണ് ശരിക്കും കേക്ക് എന്നാൽ അപ്പം തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ശരിക്കും ഞങ്ങളിവർ ഉറങ്ങി എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉണരുമല്ലോ, അപ്പോൾ ആ സമയത്ത് എടുത്ത് കൊടുക്കാം, സർപ്രൈസായിട്ട് കൊടുക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അവളും അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഈ ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിളിച്ചുണർത്തിയിട്ട് കൊടുക്കൂലേ, അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്നാണ് അവളും പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾക്കത് പറ്റിയില്ല. എന്ന് വെച്ചാൽ വൈശിക അപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായി. അവൾക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളമായിട്ട്. അപ്പോൾ 12 മണി ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പുറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നെങ്കിൽ കേക്ക് എടുത്ത് കൊടുക്കാം. അങ്ങനെ പിന്നെ ഹാപ്പിയായി കേട്ടോ. പിന്നെ ഒരു ബഹളം അവൾക്ക് മുറിക്കണം എന്ന്. അവർ രണ്ടുപേരുടെയും മുറിക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല. പിന്നെ അവൾ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഓക്കെ ആയി കേട്ടോ. ഓ, തനിയെ മുറിച്ച് നിൽക്കുന്നുണ്ട്. ഐശ്വര്യക്ക് ഭയങ്കര സന്തോഷം. ദൈവമേ, താൻ്റെ പാതിരാത്രി 12 മണിക്കുന്ന കേക്ക് തിന്നുന്നു. പെണ്ണുങ്ങൾക്ക് അപ്പോൾ ഇത് നമ്മുടെ വൈശുവിൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ തലേന്നാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ.
അപ്പം വൈഷുവിന് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇതുപോലൊരു ഗിഫ്റ്റ്. അപ്പോൾ ഒരു അലമാരയാണ് വൈഷുവിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈഷുവിൻ്റെ ഡ്രസ്സും വാവിയുടെ ഡ്രസ്സും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇവിടെ എല്ലാം അവിടെ ഇവിടെ നിന്ന് കിടക്കുകയാണ് കേട്ടോ തുണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്ന് ബർത്ത്ഡേക്ക് തന്നെ വാങ്ങിച്ചേക്കാം. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ വേറെ ഗിഫ്റ്റൊന്നും മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നേരത്തെ തന്നെ സംഭവം വന്നു. അതുകൊണ്ട് ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റി കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറ എടി വൈശു. നോക്കിയിരിക്കുന്നുണ്ട് വൈശുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വൈശു കാണിക്കുകയാണ്. എന്താ അത് പോയി. ഹലോ കുളിക്കാതെ വാവേ. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തുറക്കും. ഇതും തുറന്നേ, ഇത് തുറക്ക്. നീ ഇങ്ങോട്ട് തുറക്ക. അത് തുറക്കണ്ട, നീ പിടിച്ചിങ്ങോട്ട് തുറന്നാൽ മതി. നീ കഥ തുറക്കാനെന്ന് തുറക്കത്തില്ല. എന്നാ ഇറങ്ങിയിട്ട് അപ്പുറം തുറക്കാൻ. അതിനകത്ത് താക്കോല് കാണും. ഇറങ്ങിയിട്ട് അപ്പുറം തുറക്കാൻ. അതിനകത്ത് താക്കോല് കാണും. താക്കോല് താണ്ടി ഇതിനകത്ത്. ഇറക്കാം. ഞങ്ങള് വന്നേ, ഞങ്ങളെ വിളിച്ചിട്ട് വന്നില്ലെന്ന് പറയല്ലേ ഇനി. ഗുഡ് മോർണിംഗ്. ഉടുപ്പ് അടിപൊളിയാണല്ലോ. ഇന്നലെ ഇതൊക്കെ ഇട്ട് ഒരുങ്ങിയമ്മ രണ്ടുപേരും കണ്ട് പോവാനാന്നും പറഞ്ഞു. പിറന്നാളിന്റെ അന്ന് പോവാം. ചിരിക്കുന്നുണ്ട്. ഇല്ലടേ, അറിഞ്ഞില്ല. ഇവരാരും അറിഞ്ഞില്ല. ഞാൻ ഇന്നലെ ഇവള് പറഞ്ഞ എനിക്ക് രാവിലെ വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനുണ്ട്. അപ്പം ഞാൻ ഇവർക്കും കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് സാമ്പാറൊന്നും കഴിക്കാൻ പറ്റില്ല. ഇഡ്ഡലി പാലിനകത്ത് കുഴച്ചിട്ടാണ് അച്ഛൻ കഴിക്കുന്നത് കേട്ടോ. അപ്പം അച്ഛന് ഫുഡ് കഴിക്കാറൊന്നും ആയിട്ടില്ല. ഇങ്ങനെ ഒരെണ്ണമൊക്കെ കഴിക്കും, അത്യാവശ്യത്തിന് മാത്രം കഴിക്കും. ബാക്കിയുള്ള സമയത്ത് കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നത്. കുടിക്കണോ? സൗന്ദര്യ സമ്പത്തുകളും കൂടെ എങ്ങോട്ട് എണീറ്റ് പോയി ഒരുങ്ങാൻ പോയത്. ഇനി എന്തോ അവിടെ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ നോക്കുന്നല്ലേ. സമാധാനത്തിരിക്കുന്നത് ഞാനാന്ന് പറഞ്ഞല്ലോ.
വേണോ വേണോ പരിപ്പ് വേണോ? അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ അടുക്കളയിൽ ഫുൾ പണിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വൈഷുവൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുളിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്തു. എന്നിട്ടിരിക്കുന്ന കോലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര യുദ്ധം നടക്കുകയാണ് എല്ലാവരും കൂടി. 3 പേരും കൂടി അടിച്ച് പൊളിക്കുകയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിവിടെ അടുക്കളയിൽ അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയാണ് എല്ലാം ചെയ്തത് കേട്ടോ. എല്ലാം ചെയ്തത് അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് എവിടെയാണ് എന്തൊക്കെ ഇരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു കൊടുക്കണം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ബാക്കി കറികളെല്ലാം അമ്മയാണ് ഉണ്ടാക്കിയത്. ഒരു അമ്മൂമ്മ ഇരുന്ന് വാരി കൊടുക്കും. ഒരു കൊടിക്കൊച്ചിരുന്ന് തിന്നുന്നു വാരി. അയ്യോ അങ്ങനെയല്ല ഫ്രാങ്ക്ലി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഒരു മരുന്നുണ്ട്, നീ അറിയാവുന്നില്ലാതെ നീ കൊടു. ആ മരുന്ന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എലികളെല്ലാം തനിയെ വരും. അപ്പൊ നീ എനിക്ക് എലികളെ പിടിച്ചുകൊണ്ട് തരുമോന്നാ ചോദിക്കാനാ വിളിച്ചത്. അല്ല, നിങ്ങൾക്ക് 100 എലികളെ എന്തിനാ അറിയിച്ചിട്ട് എന്തോ ചെയ്യാൻ പോവാ? എന്ത് ചെയ്യുന്നു? കുറുക്ക് കുടിക്കുവാണോ? കുഞ്ഞുവാവ കുറുക്ക് കുടിക്കുന്നു. ഞാൻ പായസം കുടിക്കുന്നു. ഗീത പായസം കുടിക്കുന്നു. ദിസ് ഈസ് ഗീത. അത് കുറച്ച് സമയമായി വെച്ചിട്ട്, അതുകൊണ്ടാണ്. ചൂടോടാണെങ്കിൽ ലൂസായിട്ടിരുന്നേനെ. മേടൊന്നും ചേർത്തില്ലല്ലോ. പക്ഷെ എന്നിട്ട് നല്ല ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ, അതുകൊണ്ടാണ്. പിന്നെ റെസിപ്പി വേണ്ടവർ കമൻ്റ് ഇടുക. അടിപൊളി പായസം കേട്ടോ. ഇനി ഞാൻ പായസം കുടിക്കട്ടെ ഗൈസ്. അച്ഛനും കൊണ്ട് കൊടുത്ത മുന്തിങ്ങ. ബുരിപ്പെണ്ണ ഉറങ്ങിപ്പോയല്ലോ അലിയ. ഇന്നലെ എന്തൊരു ബഹളമായിരുന്നു രാത്രി 12 മണിക്ക്. ഞാൻ നോക്കിയപ്പോ എനിക്ക് ഉറക്കം പിടിച്ച് 12-1 മണിയെങ്ങാണ്ടായപ്പോൾ 12 മണി കഴിഞ്ഞു. 12:30 ആയില്ല. 12:10 ആയി കാണും. 1:30. എന്താ വെച്ചാൽ രാത്രി ഉറങ്ങാൻ നിൽക്കുക. പോവാം, അമ്പലത്തിൽ പോകണം, പിന്നെ പൊറോട്ട തിന്നാൻ വാ, അച്ചായ ഉടുപ്പിടുന്നു പറഞ്ഞു ഒരുങ്ങിയിട്ട് ബാഗൊക്കെ എടുത്തങ്ങ് ഇട്ട് വാ പോവാന്ന് പറഞ്ഞിട്ട്. ഇയാൾ വിചാരിച്ചില്ല ഉടുപ്പിട്ട് കൊടുത്തപ്പോഴേ ഞാൻ അവൻ്റെ രാവിലെ നമുക്ക് വീഡിയോ എടുക്കാം, അതുകൊണ്ട് പുതിയ ഉടുപ്പിട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഉടുപ്പെടുത്തിട്ട് കൊടുത്തപ്പോൾ ഇയാൾ വെച്ച് എങ്ങാണ്ട് പോകാൻ ഒരുങ്ങുവാന്നല്ലേ. എവിടെയെങ്കിലും പോകാനല്ലേ സാധാരണ ഒരുങ്ങുക, രാത്രി ഉടുപ്പില്ലാതല്ലേ കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അങ്ങ് തുടങ്ങി അങ്ങ് വഴക്ക്. കുടിച്ചോ. Happy birthday. എന്നാ വായി വെച്ചോളൂ, ചേച്ചിയോടെ വായിലെടുത്ത് വെച്ചോളൂ. ഇനി അമ്മമ്മ വെച്ചോളൂ, അമ്മമ്മ വെച്ചോളൂ.
അമ്മ എന്ന് വെച്ചോളൂ. ചെല്ല്. ചേച്ചി കൊടുക്കേ. എന്റെ വീഡിയോ കിട്ടുന്നുണ്ടോ? ഞാൻ മാറിക്ക് ചേച്ചിമോക്ക് ഇച്ചിരി കേക്ക് കൊടുക്ക്. ചേച്ചിമോക്ക് ഇച്ചിരി ഇവളൊക്കെ കൊടുത്തായിരുന്നു. കേക്ക് കൊടുക്ക. അപ്പം കേക്ക് കൊടുക്ക. അപ്പം വരുന്നുണ്ട്. അപ്പം വരുന്നു. അത് കേക്കിന്റെ കളറാ. ഐശിക കൊടുക്കത്തില്ലയോ? ഞാൻ ലൈഫ് മാൻ വൈശിക നീ ഇവിടെ കൊടുക്കടി പിടിക്കണോ? കൊടുറി. അമ്മ അവിടെ ചെന്ന് ലൈറ്റ് ഒന്നും കൊണ്ട് ചരിച്ചു വെക്കും. ചേച്ചിക്ക് കൊടുക്കുക കേട്ടോ. കുഞ്ഞു വെച്ച് സൈഡ് ഒതുങ്ങി നിന്നോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഒരു ഉമ്മ കൊടുക്ക്. ഒരു ഉമ്മ കൊടുത്തേ. രണ്ടുപേരുടെ ഒരു ഉമ്മ കൊടുത്തേ. ഉമ്മ ചുണ്ടു തുടങ്ങി. ചൂപ്പടായിരുന്നോ? ഉടുപ്പ വെച്ച് തേക്കല്ലോ. ഇതെടുത്തു കൊടുക്കാം. ടിഷ്യൂ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പായസമൊക്കെ കുടിച്ചു. ദൂരം പറയാൻ എനിക്കറിയത്തില്ല. കുറച്ച് സമയം എടുക്കും. ദേവു എൻ്റെ ലൈവ് ചേച്ചിയോടെ ലൈവ് ഞാൻ കയ്യേറി. ഞാൻ ലൈവിൽ പോകുമ്പോൾ ആരും ഒന്നും കമന്റ് ഒന്നും അയക്കത്തില്ല. ദേവു ലൈവ് ഇപ്പം കടപൊടാന്ന് മെസ്സേജ് ഒക്കെ ഫാൻസ് വരും. എന്ത് ചെയ്യണം? ഫാൻസിനെ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. ശല്യം. റസൽ അപ്പൊ ഇവരൊക്കെ പോവാണ് കേട്ടോ. അമ്മ പോവാണ്, അച്ഛൻ പോവാണ്, വൈദു പോവാം. ഞങ്ങള് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരും. ഇവിടെ നമ്മുടെ വീട്ടിൽ പോയി എത്ര ദൂരമുണ്ട്? ഞങ്ങളെ ഇവർ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ. കൊച്ചിന്റെ ബോസ് അതിന് വെള്ളപ്പൊട്ടി കൊണ്ടുപോകാനുള്ള അല്ലേ കാണുന്നില്ലയോ? കൊണ്ട് കളഞ്ഞോ? സുഖമായി. എന്നാ കേടായി.